ഇവിടെ പറഞ്ഞു തുടങ്ങിയവരൊക്കെ ഇക്കാര്യത്തെക്കുറിച്ചിട്ട് വിവരമില്ല എന്നത് വലിയൊരു അയോഗ്യതയായിട്ടാണ് കണ്ടത്. ഈ വിവരസാങ്കേതിക വിദ്യയുടെയും AI കാലത്ത് വിവരമില്ല എന്നത് ഒരു അയോഗ്യതയല്ല. കാരണം ഈ AI വലിയ വിവരമൊന്നുമില്ല. ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് അത് ഈ മിടുക്കൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ വെച്ചിട്ട് നമുക്കും ചില മിടുക്കൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത് കാര്യത്തിനാണെങ്കിലും എനിക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അത് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ അതിനെപ്പറ്റി അറിയാനുള്ളൊരു ശ്രമം നോക്കിയിട്ടാണ് പോകുക. അപ്പോൾ അത് വെച്ചിട്ട് മാത്രം ഉള്ള വിവരമല്ല ഈ രംഗത്ത് ഞങ്ങൾ കുറച്ചൊക്കെ അത് പരീക്ഷിക്കുന്നുണ്ട്. അത് വെച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതിനെ വലിയ പേടിയോടെ, ഇന്ന് പത്രം രാവിലെ എടുത്തപ്പോഴും 2 നോബൽ സമ്മാനാർഹരായിട്ടുള്ള 2 പേര് സമ്മാനം കിട്ടിയവർ അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപാട് ആശങ്കകളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഡാൻ ബ്രൗണിൻ്റെ 2017 ഒരു പുസ്തകമുണ്ട്, ഒറിജിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൽ പറയുന്നുണ്ട്, അതിൻ്റെ പ്രോട്ടഗോണിസ്റ്റ് കഥ വിവരിക്കുമ്പോൾ AI നിർദ്ദേശമനുസരിച്ചാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് മുഴുവൻ. ഒരു AI നിർദ്ദേശമാണ്. അപ്പോൾ ആ AI ആ കഥ തുടങ്ങുന്നത് തന്നെ AI അതിൻ്റെ സ്ഥാപകനെ കൊന്നുകൊണ്ടാണ്. ആ സ്ഥാപകനെ കൊല്ലാനൊരു കാരണമുണ്ട്. കാരണം ആ സ്ഥാപകനെ കൊല്ലാനുള്ള കാരണം, സ്ഥാപകൻ പറഞ്ഞു, ഞാനൊരു ഇവൻ്റ് നടത്താൻ പോവുകയാണ്. ആ ഇവൻ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്ന ഇവൻ്റായിട്ട് മാറണം. അതായിരുന്നു AI ഈ സ്ഥാപകൻ കൊടുത്ത നിർദ്ദേശം. AI ചെയ്തത്, ഈ റോബോട്ട് ചെയ്തത്, ആദ്യമായിട്ട് ഈ സ്ഥാപകനെ തന്നെ കൊന്നു. എന്നിട്ട് വന്ന് അനൗൺസ് ചെയ്തു, ഞാൻ എൻ്റെ ഇദ്ദേഹം മരിച്ചിരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്യുന്നു. ആ അനൗൺസ്മെൻറ്റ്, അതായത് ഇദ്ദേഹം ഇല്ല എന്ന് പറയുന്ന അനൗൺസ്മെൻറ്റ് ലോകം ഏറ്റവും കൂടുതൽ കണ്ട ഇവൻ്റായിട്ട് മാറുകയാണ്. അതാണ് സ്റ്റോറിയിൽ പറയുന്നത്. ഏറ്റവും വലിയ ഇവൻ്റായിട്ട് മാറുന്നത് ഈ സ്ഥാപകനെ തന്നെ കൊന്നുവെന്ന് റോബോട്ട് വന്ന് അനൗൺസ് ചെയ്യുന്നതാണ്. ശരിക്കും ഈ നമ്മളെല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആദ്യം മുതലേ എനിക്കൊരു സംശയമുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നായിരുന്നു ഇതിന് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപ്ലൈഡ് ഇൻ്റലിജൻസാണ്, അല്ലെങ്കിൽ ഒരു ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസാണ്. ഒരുപക്ഷെ കൂടുതൽ അതിന് യോജിക്കുന്ന പദം ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ എന്നൊക്കെ നമ്മളത് അങ്ങനെ ആദ്യമേ തന്നെ അങ്ങ് വിളിച്ചു പോയത് കൊണ്ടാണ്. ഇതിനെ അങ്ങനെ വലിയൊരു ദൈവത്തെപ്പോലെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ ഹ്യൂമൻ റിസോഴ്സിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളത് ശരിയാണ്, കുറച്ചൊക്കെ റീപ്ലേസ് ചെയ്യും. പക്ഷേ അതിന് ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധിയുണ്ടല്ലോ, അത് ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കും എന്നതുകൊണ്ട് അത്രയ്ക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഉപയോഗിക്കാം, എവിടെ എല്ലാവരും പറഞ്ഞതുപോലെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മാത്രമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് പണ്ടേ ഉണ്ട്. ഇപ്പം നമ്മുടെ റൂമർ എന്ന് പറഞ്ഞാൽ, കിംവദന്തി നമ്മൾ പറയത്തില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഉൽപ്പന്നമല്ലേ. അതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. നേരത്തെ നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഉൽപ്പന്നമാണ്, നമ്മുടെ തന്നെ ഒരു നിർമ്മിതിയാണ് എന്ന് പറഞ്ഞതുപോലത്തെ ഒരു കാര്യമായിട്ട് നമ്മളിതിനെ കാണുക. ഇപ്പോൾ ഇതൊരു ടൂളായിട്ട് മാത്രം നിൽക്കുകയാണ്. ഇതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ എന്തൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും ഇതിന് ഉത്തരവാദിത്വം എടുക്കാൻ കഴിയില്ല, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കഴിയില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ന്യൂസ് റൂമിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആശ്രയിച്ച് എന്തൊക്കെ ചെയ്തു വച്ചാലും അവസാനം അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഉത്തരവാദിത്വം ഈ പറഞ്ഞ മെഷീൻ, ഈ റോബോട്ടിനെ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ഈ റോബോട്ടിനെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം എടുക്കാൻ കഴിയില്ല എന്നത് വലിയ ഒരു പ്രശ്നമാണ്. ഒന്നിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആൾ, അയാൾക്ക് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഈ ജേർണലിസം എന്ന് പറയുന്നത് മീഡിയയിൽ നമ്മൾ ചില ക്രിട്ടിക്കൽ മാർക്കേഴ്സിനെ കുറിച്ച് പറയും. ആ ക്രിട്ടിക്കൽ മാർക്കേഴ്സ്, അതായത് നമ്മൾ ഫെയർനെസ് വേണം, ബാലൻസ് വേണം, ആക്യുറസി വേണം, വെരിഫിക്കേഷൻ വേണം. അതൊക്കെ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. അതേസമയം ഒരു യൂണിവേഴ്സൽ ബേസിക് സർവീസ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഗതാഗത സംവിധാനം, എഡ്യൂക്കേഷൻ, കുടിവെള്ള വിതരണം, അങ്ങനെ എന്തൊക്കെ കാര്യത്തിന് ഇത് ഏറ്റവും നന്നായി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ അങ്ങനെയുള്ള യൂണിവേഴ്സൽ ബേസിക് സർവീസസിനൊക്കെ ഏറ്റവും നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ ഇപ്പോൾ തന്നെ കഴിയേണ്ടതുമാണ്. അതേസമയം എല്ലാ ജോലികളും AIക്ക് അതുപോലെ AIക്ക് ഏറ്റെടുത്ത് കഴിയുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ പലരും അത് പരാമർശിച്ചതാണ്. ഈ ക്രിയേറ്റിവിറ്റിയും പീപ്പിൾ സ്കില്ല്, ഈ എമ്പതി, ഇമോഷൻ,
ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി, പീപ്പിൾ സ്കില്ല്. ഒരു മനുഷ്യൻ ഇപ്പോൾ ഏറ്റവും ഒരു പക്ഷേ ഒരു ജേർണലിസ്റ്റായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും തോറും ഏത് രംഗത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും, ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലും എൻജിനീയർ ആണെങ്കിലും ഒരു ജേർണലിസ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ കരിയറിൽ പടിപടിയായിട്ട് ഉയരുകയാണെങ്കിൽ അവസാനം നമ്മുടെ ജോലി എന്ന് പറയുന്നത് കൂടുതൽ ഒരു മാനേജറുടെ ജോലിയാണ്. ആ മാനേജർ എന്ന് പറയുന്നത്, ആ മാനേജറുടെ ജോലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ കാലത്ത് പീപ്പിൾ സ്കില്ലാണ്. ആളുകളെ എങ്ങനെയാണ് നമ്മൾ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പീപ്പിൾ സ്കില്ലും പിന്നെ എമ്പതി, അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ആ ഇമോഷണൽ ഇൻ്റലിജൻസ്, എമ്പതി, ഇമോഷൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീന് അത്ര എളുപ്പത്തിൽ നമ്മളെ തോൽപ്പിച്ചും നമ്മളെ റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇത് വിവരശേഖരണത്തിലും അതിൻ്റെ ഒരു വിശകലനത്തിലും നമ്മളെക്കാൾ സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ChatGPT ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ലാർജൊരു ലാംഗ്വേജ് മോഡലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലും ഒക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ ഉപകരിക്കുന്നതാണ്. പക്ഷേ ഒരു നിർമ്മിത ബുദ്ധിക്ക് പരിചയസമ്പന്നനായ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു വോയിസ് കേൾപ്പിക്കാനായിട്ട് കഴിയുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വേറിട്ട ശബ്ദം എന്നൊക്കെ പറയില്ലേ, അതിനൊരു ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ഉണ്ട്. ആ ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ഒരു മെഷീൻ, ഒരു റോബോട്ടിന് അല്ലെങ്കിൽ ഒരു AI-ക്ക് കഴിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളുണ്ട്, അത് ഓർത്ത് വയ്ക്കാനുള്ള കഴിവും, അതായത് ഈ പറഞ്ഞ എവിടെ നിന്നൊക്കെ അറിവുണ്ടോ അതെല്ലാം എടുക്കാൻ കഴിയും, അത് ഓർത്ത് വയ്ക്കാനുള്ളൊരു കഴിവ്, അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ AI-ക്ക് ഉള്ളത്. അത് അങ്ങനെയുള്ളതിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതിനൊക്കെ ഇത് പകരമാവാം, ആളുകളെയും റീപ്ലേസ് ചെയ്യാം. പക്ഷേ നമ്മുടെ വ്യക്തി അധിഷ്ഠിത കഴിവുകൾ, നമ്മുടെ സഹഭാവം, അതിൽ ആശ്രയിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ന്യൂസ് സ്റ്റോറിയുടെ കണ്ടൻറ്റിലെ ഏറ്റവും കാതലായ ഭാഗമെന്ന് വിശ്വസിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് AI-ക്ക് കഴിയില്ല. അപ്പോൾ ഒരു ഹ്യൂമൻ എലിമെൻറ്റ്, ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, എത്തിക്കൽ ജഡ്ജ്മെൻറ്റ്, ഞാൻ പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എത്രത്തോളം ഇതിന് കഴിയും, എത്തിക്കൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം കഴിയും. ഈ AI-യെ നമ്മളെങ്ങനെയാണ് എത്തിക്സ് പഠിപ്പിക്കുക, അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഇതിന് ഈ പറഞ്ഞ മീഡിയയിലൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിന്നൊക്കെ അത് തരം താണിട്ടുണ്ടെങ്കിലും അതിനൊരു എത്തിക്കൽ ജഡ്ജ്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു എത്തിക്കൽ ജഡ്ജ്മെൻറ്റ് ഇതിന് കഴിയില്ല. പിന്നെയുള്ളൊരു യുണീക്ക്നെസ്സിൻ്റെ പ്രശ്നമാണ്. ഓരോ മനുഷ്യനും എല്ലാവരും യുണീക്കാണ്. അവൻ്റെ വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു AI-ക്ക് അങ്ങനെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം വെച്ചാൽ ഒരു യൂണിവേഴ്സൽ ഡേറ്റയുടെ ഒരു സങ്കേതമാണ്. അതിനൊരു വൈവിധ്യം എന്ന് പറയുന്നത് ഉണ്ടാവണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരേ വിവരങ്ങൾ തന്നെ പല സ്ഥലത്തു നിന്ന് ആക്സസ് ചെയ്തിട്ട് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഈ പറയുന്ന ഒരു നല്ലൊരു വൈവിധ്യം ഉണ്ടാവണമെന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മുഷിപ്പുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ ജേർണലിസത്തിലെ ആളുകൾക്ക് മുഷിപ്പില്ലാതെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ മുമ്പിലുള്ളൊരു വലിയ വെല്ലുവിളിയാണ്. അതേസമയം ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രം വെച്ചിട്ട് അത് വീണ്ടും പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഈ പറഞ്ഞതുപോലെ വിരസതയിൽ നിന്ന് മാറി നിൽക്കാനും വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ആ ക്രിയേറ്റിവിറ്റിയുടെ എലിമെൻറ്റിന് തീർച്ചയായിട്ടും എന്നും ഒരു പ്രസക്തി ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പം ഞാൻ കരുതുന്നത്. പിന്നെ നമ്മളുടെ മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു എക്കോ സിസ്റ്റം സൃഷ്ടിക്കാനായിട്ട് മനുഷ്യൻ്റെ ഒരു ഇടപെടൽ എപ്പോഴും ആവശ്യമാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ തന്നെ ടെലിവിഷനിൽ തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരു സോഷ്യൽ മീഡിയ ബൈനറി എന്ന് പറയും. എല്ലാ കാര്യത്തിലും രണ്ട് ഭാഗമാണ്. ഒന്നുകിൽ ഒന്ന് എൻ്റെ ഭാഗം അല്ലെങ്കിൽ മറുഭാഗത്തുള്ള ഭാഗം. ഇടയ്ക്കുള്ളൊരു നിലപാടില്ല. അതാരും അംഗീകരിക്കാനും പോകുന്നില്ല. എല്ലാം രണ്ടായിട്ട് തിരിക്കുകയാണ്. അതുപോലെ പോളറൈസ്ഡാണ്. അങ്ങനെ പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലെ പോളറൈസേഷൻ കൂട്ടാനേ ഈ പറഞ്ഞ AI-ക്ക് കഴിയുള്ളൂ. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ വേണമെങ്കിൽ അത് മനുഷ്യൻ തന്നെ ചെയ്യണം. അത് മനുഷ്യനെ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെയും നമ്മൾ അതിൻ്റെ ഒരു മീഡിയയിലൊക്കെ അതിൻ്റെ ഒരു പ്രസക്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ജനറേറ്റീവ് AI എന്ന് പറയുന്നില്ല, അപ്പോൾ ആർട്ടിഫിഷ്യൽ ജനറേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നതാണ്. ആ കോമൺ സെൻസ് എന്ന് പറയുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതേസമയം ഒരുപക്ഷെ ഈ കോമൺ സെൻസും മെഷീനും കൂടെ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചില പ്രയോജനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞേക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നതിനെ മുഴുവനായിട്ട് റീപ്ലേസ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശരിക്കും ഒരു കാറ്റലിസ്റ്റായിട്ട്
ഇപ്പോൾ ഇതിനെ ഒരു കാറ്റലിസ്റ്റായിട്ട് കണ്ടാൽ മതി. ഒരു കോൺകററായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും കാണുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു കോൺകററായിട്ടാണ്. ഇതിൻ്റെ എല്ലാം ഒന്ന് നശിപ്പിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനെ ഒരു കോൺകററായിട്ടല്ല, ഒരു കാറ്റലിസ്റ്റായിട്ട് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു ചില സാഹചര്യങ്ങളും കൂടെ ഞാൻ പറയാം. ഈ AI-ക്ക് അതിന് തന്നെ ഇറ്റ് ക്യാനോട്ട് തിങ്ക് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയും. അതിനെ ശരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി തന്നെ ചിന്തിക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ പുതിയ കാലത്ത്. അപ്പോൾ നിങ്ങളറിയാം, ഈ കോമ്പറ്റീഷൻ ഏത് കാര്യത്തിനാണെങ്കിലും ഇപ്പം മാതൃഭൂമി ശ്രേയാംസ് കുമാർ നടത്തുന്നു, മനോരമയുടെ മാനേജ്മെൻറ്റ് നടത്തുന്നു. അതിനകത്ത് എല്ലാം ഈ പറഞ്ഞ ജേർണലിസമാണ് നടത്തുന്നത്, എല്ലാം നമ്മൾ ഉള്ള വാർത്തകൾ തന്നെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് മാതൃഭൂമിക്കൊരു ഫോർമുലയുണ്ട്, മനോരമയ്ക്കൊരു ഫോർമുലയുണ്ട്. ആ ഒരു ക്രിട്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിപ്പം എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് എല്ലാ പത്രവും എല്ലാ പേജും ഒന്നുപോലെ ആയിരിക്കുക എന്നുള്ളതല്ല. ആ കോമ്പറ്റീഷനിൽ ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആക്കുന്നത് ആ തരത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ നോളജാണ്. അത് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു യുദ്ധം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളോ ഉപകരണങ്ങളോ എന്താണെങ്കിലും അതിനകത്തും ഈ പറഞ്ഞ എലിമെൻ്റ് ഉണ്ട്. അത് സംരക്ഷിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കറിയാം, രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ അത് ഓരോരുത്തരും ഇന്നതാണ് ഞങ്ങളുടെ തന്ത്രം, ഇന്നാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുത്തിട്ടല്ല. അതൊക്കെ സംരക്ഷിച്ച് നിർത്തിയിട്ടാണ് ഈ പറഞ്ഞ കോമ്പറ്റീഷൻ്റെ രംഗത്ത് ആ ഒരു കാര്യത്തിൽ AI-ക്ക് അങ്ങനെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയില്ല. പിന്നെ ഒരു കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എൻ്റർപ്രൈസ് ഇല്ല എന്നാണ് പറയുക. അപ്പോൾ ഇക്കാര്യത്തിലൊരു ഈക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യലിസം, ശ്രേയാംസ് എപ്പോഴും പറയാവുന്ന ഒരു സോഷ്യലിസ്റ്റാണെന്ന് പറയും. ചില കാര്യങ്ങളിൽ ഈ സോഷ്യലിസം വർക്ക് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു കാര്യമാണിത്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഈക്വൽ ഇൻ്റലിജൻസ് ആണ്, ഇക്വാളിറ്റിയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാ കാര്യത്തിലും വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള സ്കോറുകളെല്ലാം ലെവൽ ചെയ്യും. ഒരു തീരുമാനവും അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, ഒരു ഡിസ്റ്റിങ്ഷനും ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നാണ്, അതിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒന്നുപോലെ ഇരിക്കും. അതുകൊണ്ട് സ്കോറെല്ലാം ലെവൽ ചെയ്യും. അതിൽ നിന്ന് ഒരു എൻ്റർപ്രൈസ് ഉണ്ടാവില്ല, റിസ്ക് എടുക്കാനായിട്ട് ആളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് HI എന്ന് പറയുന്ന ഹ്യൂമൻ ബ്രെയിനാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ജനറേറ്റീവ് പവർ ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് വലിയൊരു ജനറേറ്റീവ് ഒരു എൻജിനാണ്. അപ്പോൾ നമുക്ക് ശരിക്കും വിവരങ്ങളില്ലെങ്കിൽ, അപ്പം നമ്മൾ ടെലിപ്രോംപ്റ്ററിൽ ഒരു വാർത്ത ടെലിവിഷൻ ചാനലിൽ കൊടുക്കുന്നു, ആ ടെലിപ്രോംപ്റ്ററിൽ നോക്കി വായിക്കുന്നു. ആ ടെലിപ്രോംപ്റ്റർ എപ്പോഴെങ്കിലും ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വാർത്ത വായിക്കാൻ കഴിയാത്തതുപോലെയാണ്. ഇതിന് ഈ AI എന്ന് പറയുന്ന ടൂളിന് എപ്പോഴും നമ്മൾ ഇൻഫർമേഷൻ ഇങ്ങനെ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ടോപ്പപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമാണ്. അതേസമയം ഒരു മനുഷ്യൻ്റെ മനുഷ്യ മനസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു പോവർട്ടി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഇവൻ വളരെ ഇൻവെൻറ്റീവ് ആകാനായിട്ടൊരു മനുഷ്യന് കഴിയും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും എനിക്കത് പറഞ്ഞു നിൽക്കാൻ പറ്റും. ഏതെങ്കിലും തരത്തിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട്, എൻ്റെ വാക് സാമർത്ഥ്യം കൊണ്ട്, എൻ്റെ ഭാഷാ സ്വാധീനം കൊണ്ട് എനിക്കത് പറഞ്ഞു നിൽക്കാൻ കഴിയും. അതേസമയം ഒരു AI-ക്ക് അതിന് ആ ടോപ്പപ്പ് ചെയ്യുന്ന ഇൻഫർമേഷനെ ആസ്പദമാക്കി മാത്രമേ അതിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് ഫീഡിങ് ടോപ്പപ്പ് ഇല്ലാതെ AI-ക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പലപ്പോഴും അത് ഈ പറഞ്ഞതുപോലെ ആവർത്തന വിരസമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു ഐൻസ്റ്റീനെ അല്ലെങ്കിൽ ഒരു ടാഗോറിനെ സൃഷ്ടിക്കാനായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയുമോ? അങ്ങനെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറയാറുണ്ട്, ഈ മെഷീനൊക്കെ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ടെക്നോളജിക്ക് ഏത് ലെവലിൽ പോകാം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റിക്ക് അതിനേക്കാളൊക്കെ ലിമിറ്റ്ലെസ് ആണെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും പലതരത്തിലുള്ള ഒരു നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റി നമുക്ക് പല കാര്യങ്ങളിലും കാണാൻ കഴിയുന്നതാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ചില അവസരങ്ങളും കൂടെ ഞാൻ പറയാം. ഒന്ന്, നമ്മളൊരു എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഉപകരിക്കും. കോസ്റ്റ് എഫക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് ഞങ്ങളിപ്പം ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫാക്ട് ചെക്കിങ്ങിന്, ഡാറ്റ അനാലിസിസിന്, അതൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകളെ നിയോഗിച്ച് അതിനൊക്കെ ശ്രമിക്കുന്നതിന് പകരം ഇത് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. അതൊരു ഗുണമാണ്. പേഴ്സണലൈസേഷൻ പറ്റും. അതായത് യൂസറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് വേണ്ടത് കൊടുക്കുന്നതിന് നമുക്ക് ഈ AI-യുടെ സഹായം തേടിക്കഴിഞ്ഞാൽ അത് എൻഗേജ്മെൻറ്റ്
കണ്ടൻറ്റും അതുപോലെ നമ്മുടെ ചാനലിലോ അല്ലെങ്കിൽ ഡിജിറ്റലിലോ വരുന്ന പ്രേക്ഷകരുടെ എണ്ണം റീറ്റെയിൻ ചെയ്യാനും എൻഗേജ് ചെയ്യാനും അവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ലിംഗ്വലായിട്ടുള്ള ന്യൂസ് പ്രൊഡക്ഷന് പറ്റും. ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളൊക്കെ മലയാളത്തിലാണ് ഇത് ചെയ്യുന്നത്. ഈ മലയാളത്തിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഇതേ കണ്ടൻറ്റ് തന്നെ വേറൊരു ഭാഷയിലേക്കോ, ഇപ്പോൾ തെലുങ്കിലേക്കോ തമിഴിലേക്കോ ഇംഗ്ലീഷിലേക്കോ ഒക്കെ വേഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മുമ്പത്തേതുപോലെ ശരിക്കും ആ ഭാഷയൊന്നും അറിയുന്ന ആളുകളെ കിട്ടാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ ഇപ്പം AI ടൂൾ അനുസരിച്ചിട്ട് വളരെ വേഗം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും മറ്റു ഭാഷകളിൽ ഈ കണ്ടൻറ്റ് പ്രസിദ്ധീകരിക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ഓഡിയൻസിനെ കൂടി നമുക്ക് പിന്നെ കിട്ടാനായിട്ട് വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഇത്. പിന്നെ ഒരു റിയൽ ടൈം ന്യൂസ് ജനറേഷന് ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. റിയൽ ടൈം ന്യൂസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ആർട്ടിക്കിൾ കിട്ടുന്നു, ഒരു വലിയ വീഡിയോ കിട്ടുന്നു. അപ്പോൾ ആ വലിയ വീഡിയോയിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല സോഫ്റ്റ്വെയറുകളുണ്ട്. നമുക്ക് ഇപ്പോൾ എല്ലാവരും ChatGPT ഉപയോഗിക്കുന്നത് പോലെ തന്നെ കോപൈലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഫ്രാമർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതാണെങ്കിൽ വലിയ വീഡിയോയെ ചെറിയ വീഡിയോ ആക്കിയിട്ട് തരാനായിട്ട് വളരെ എളുപ്പത്തിൽ തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ വികസിച്ച് കൂടുതൽ അതിൻ്റെ സാധ്യതകളൊക്കെ മുതലെടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ എളുപ്പത്തിൽ ജോലി ചെയ്യാനുമൊക്കെ ഇത് വളരെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ ഒന്ന്, നമ്മുടെ തന്നെ ഈ AI സോഷ്യൽ മീഡിയയുടെയും കാലത്തുണ്ടാകുന്ന മിസ്ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഒരുപാട് ഫേക്ക് ന്യൂസുകളും എല്ലാം ഉണ്ടാകും. ആ മിസ്ഇൻഫർമേഷനെ കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഫ്ലാഗ് ചെയ്യാന്ന് പറയല്ലോ, അത് കണ്ടുപിടിക്കാൻ ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ AI ഉപയോഗിക്കാം, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ, അല്ലാതെ ഇത് മുഴുവൻ ശരിയാണോ തെറ്റാണെന്ന് നമ്മൾ വലിയ ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ പോകുന്ന സമയം അതിനുവേണ്ടി മെനക്കെടുത്താതെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ഒരു അൽഗോരിതം, ശ്രേയംസ് കുമാർ ഇവിടെ പറഞ്ഞല്ലോ, അതായത് ഈ ഗൂഗിളും ഈ മെറ്റയും അവരെല്ലാം കൂടിയാണ് ഇതിൻ്റെ പൈസ എല്ലാം എടുക്കുന്നത്. അവർ തന്നെയാണ് ഇതിൻ്റെ എല്ലാ അൽഗോരിതം തീരുമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫാസിസം എന്നൊക്കെ പറയുന്നത് ശരിക്കും അതിലൊരു വലിയ അൽഗോരിതം ഒരു വലിയൊരു ഫാസിസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അവരാണത് തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മിസ്ഇൻഫർമേഷനും ബയസും ഉണ്ടാക്കാനായിട്ട് കൂടുതൽ സാഹചര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിസ്ഇൻഫർമേഷനും ബയസുമാണ് നമ്മൾ അതിലേക്ക് ഫീഡ് ചെയ്യുന്നെങ്കിൽ, അതിലാണ് ട്രെയിൻ ചെയ്യുന്നെങ്കിൽ തിരിച്ച് കിട്ടുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ ആ തരത്തിലത് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ജോലി എന്തായാലും കുറേ പേരുടേതൊക്കെ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കുറേ പേരുടെ ജോലി എന്തായാലും പോകും. പക്ഷേ അവരന്നേരം അതിനനുസരിച്ച് പോകാതിരിക്കാൻ വേണ്ടി ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക, അപ്ഡേറ്റ് ചെയ്യുക, അതൊരു ചാലഞ്ചായിട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ എത്തിക്കലായിട്ടുള്ള ചില കൺസേൺസ് ഉണ്ട്. പ്രിവസി, നമ്മുടെ ഓട്ടോണമി, നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യുന്നതിൽ ഈ പറഞ്ഞ AI വഹിക്കുന്ന പങ്ക്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില മേഖലകളാണ്. പിന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഞങ്ങളിപ്പോൾ ഒരു ചലഞ്ചായിട്ട് കാണുന്നത്, ഇതൊക്കെ ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ കുറവാണ്. ഇപ്പം ശ്രേയാംസ് ഇവിടെ അത് സൂചിപ്പിച്ചതാണ്. നമുക്ക് ടെക്നോളജിയും നന്നായി ഉപയോഗിക്കാനും, ഇപ്പോൾ AI തന്നെയാണെങ്കിലും ഈ AI എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ആ ഓരോ ടൂളിനോടും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരുപാട് തരത്തിലുള്ള എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമുക്കിപ്പം ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ് എല്ലാം ഉണ്ട്. പുതിയ ഈ IT വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പുതിയ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുക. അതായത് AI കൊണ്ട് എന്താണ് AI കൃത്യമായിട്ട് കമാൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, AI എന്നുള്ള മാക്സിമം യൂസ് നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ള ഒരു പുതിയ IT മേഖലയിലെ ഒരു വികാസമാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിലൊക്കെ അറിയാവുന്ന ആളുകൾ നമ്മളെ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പം കാര്യമായിട്ടൊന്നുമില്ല. ഇവരെല്ലാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുകളുടെ കുറവ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മീഡിയയിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പം ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഈ വലിയ ഡേറ്റ വിശകലനം ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സമ്മറൈസേഷൻ എന്ന് പറയും. അതായത് ചിലപ്പം പെട്ടെന്ന് നമുക്ക് ഒരു വലിയ ആർട്ടിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുള്ളറ്റ് പോയിൻറ്റ്സൊക്കെ അതിൻ്റെ ആ ആർട്ടിക്കിളിൻ്റെ ടോപ്പിൽ തന്നെ കൊടുക്കാനായിട്ട് AI ഉപയോഗിക്കുന്നുണ്ട്. അത് AI ഉപയോഗിച്ച് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. നമ്മളിത് മുഴുവൻ വായിച്ചിട്ട് സമ്മറൈസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. കോപ്പി എഡിറ്റിങ്, ആ കോപ്പി എഡിറ്റിങ്ങിനകത്ത് നമുക്ക് നല്ല
ഹെഡ്ലൈൻസൊക്കെ ഇടാനായിട്ട്, ഈ ഹെഡ്ലൈൻ ടെസ്റ്റിങ്. അപ്പോൾ കോപ്പി എഡിറ്റിങ്ങിൻ്റെ നല്ല ഹെഡ്ലൈൻ ടെസ്റ്റ് കൊടുക്കാനായിട്ട് ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു വലിയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് മുഴുവനായിട്ട് ആ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ട്രാൻസ്ക്രൈബ് ചെയ്ത് കിട്ടും. നമ്മൾ എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാൽ, അതും വേറൊരു ഭാഷയിലാണെന്നുണ്ടെങ്കിൽ തെറ്റുകളും വരും. ഇത് വേഗം ട്രാൻസ്ക്രൈബ് ചെയ്ത് കിട്ടും. നമ്മളിപ്പോൾ ആ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ നമ്മൾ ടെക്സ്റ്റിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ നിന്ന് ആ ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്യപ്പെടുന്നത് പോലത്തെ സോഫ്റ്റ്വെയറുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ, അപ്പം നമുക്കൊരു മാധ്യമ സ്ഥാപനത്തിന് ഒരു സ്റ്റൈൽ ബുക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റൈൽ ബുക്കിലുള്ള സ്റ്റൈലിലുള്ള വാക്കുകൾ ശരിക്കും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ അനുസരിച്ച് തന്നെ ഇവർ ട്രാൻസ്ക്രൈബ് ചെയ്ത് തരും ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇമേജ് ജനറേഷൻ നിങ്ങൾക്കറിയാവുന്നതുപോലെയാണ്. ഇപ്പം മിഡ് ജേണി എന്നൊക്കെ പറയുന്ന അതൊക്കെ ഗ്രാഫിക് ഇലസ്ട്രേഷനൊക്കെ വേണ്ടിയിട്ട് അത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇമേജ് ജനറേഷന്, ആർട്ടിക്കിൾ ജനറേഷന്, വീഡിയോ ജനറേഷന്, അതിനെല്ലാം ഉപയോഗിക്കാവുന്നുണ്ട്. പിന്നെ TV ചാനൽ ജനറേഷന് വരെ ഇത് ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ ന്യൂസ് GPT എന്നും പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. ന്യൂസ് GPT എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാം, ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ആങ്കേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിലുള്ള ആ ചാനലിൽ യൂട്യൂബിലുണ്ട്, അതിലുള്ള എല്ലാം ആർട്ടിഫിഷ്യലാണ്. അതായത് യാതൊരു ആളും ഇതിൻ്റെ വായിക്കുന്ന ആളുകളോ വാർത്ത വായിക്കുന്നതോ റിപ്പോർട്ട് ചെയ്യുന്നതോ എല്ലാം ആർട്ടിഫിഷ്യലാണ്, AI മാത്രം ഉപയോഗിച്ചുള്ളതാണ്. അപ്പോൾ അവരത് എങ്ങനെയാണത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. വിത്തൗട്ട് ഹ്യൂമൻ ബയസസ് എന്നാണ് അവർ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഏത് തരത്തിലാണ് പോകുന്നതെന്ന് ഓർക്കുക. നമ്മളിതെല്ലാം പറയുന്ന അവസാനം വരുമ്പോൾ നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളൊരു പങ്ക് വേണം, നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി വേണം, നമ്മുടെ ജഡ്ജ്മെൻറ്റ് വേണമെന്ന് പറയുമ്പം ഈ മനുഷ്യൻ്റെ യാതൊരു ഇടപെടലും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ്, അത് ഏറ്റവും വലിയ മഹത്വം എന്നുള്ള നിലയിലാണ് ഈ ന്യൂസ് GPT അവതരിപ്പിക്കുന്നത്. അത് വിത്തൗട്ട് ഹ്യൂമൻ ബയസസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ AI പ്രസൻറ്റർമാരെയും ന്യൂസ് റീഡർമാരെയും സൃഷ്ടിക്കൽ, കണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഈ സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ, ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്, പേഴ്സണലൈസേഷൻ, ഇതിലെല്ലാം ശരിക്കും പറഞ്ഞാൽ AI ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രാരംഭ സ്റ്റേജിലാണ് എന്നുള്ളത് വാസ്തവമാണ്. എന്നാലും നമുക്കിത് തള്ളിക്കളയാനായിട്ട് കഴിയുന്ന ഒരു സാധനമല്ല. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് വളരെ പ്രയോജനപ്രദമായ ഒന്നാണ്. എന്നാൽ ഈ പറഞ്ഞ ആളുകളുടെ, നമ്മളുടെ മീഡിയ രംഗത്തെ പ്രൊഫഷണൽസിൻ്റെ ഒരു പ്രസക്തിയോ സാങ്കത്യമോ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പ്രാധാന്യമോ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇന്ത്യയിലിപ്പം ടൈംസ് നൗ, NDTV, കിൻഡ്, ഇന്ത്യ ടുഡേ, സി ന്യൂസ്, CNN ന്യൂസ്, News 18, ഇന്ത്യ TV, ഇവരെല്ലാം ഇപ്പം AI പ്ലാറ്റ്ഫോം വികസിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ വിവരമില്ലെങ്കിലും ഈ AIയുടെ വിവരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു വിവരം നമുക്ക് ഉണ്ടായാൽ മതി. അതിനുള്ള ശ്രമങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. IHRDക്കുമൊക്കെ ഒരുപക്ഷെ അതിൽ കാര്യമായ സംഭാവനയും പിന്തുണയും ചെയ്യാൻ കഴിയും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.